all. This is Ishma from Department of Computer Application, University College, Kottayam. Last class നമ്മൾ ഡയഗ്രാഫ് ഓഫ് എ റിലേഷനെ പറ്റിയാണ് പഠിച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പാത്ത് ഇൻ എ റിലേഷൻ ആൻഡ് ഡയഗ്രാഫ്. ഒരു റിലേഷൻ്റെ പാത്ത് ഡയഗ്രാഫ് ഉപയോഗിച്ച് എത്ര റിലേഷൻ്റെ പാത്തിനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. Let R be a relation on A. A path of length n in R from A to B is a finite sequence pi such that a1 x1 x2 etc. xn minus 1 b beginning with A and ending with B such that A related to x1, x1 related to x2 etc. xn minus 1 related to B. അതായത് പാത്തിൻ്റെ മലയാളം എന്താണ്? പാത അല്ലേ? അപ്പോൾ ഇവിടെയും പാത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാതന ഒരു ഗ്രാഫിന് ഒരു റിലേഷനെ സംബന്ധിച്ച് ആ റിലേഷൻ്റെ ഡയഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പാതയാണ് നമ്മൾ വിളിക്കുന്നത് പാത്ത് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ആ ഒരു റിലേഷൻ എന്ന് പറയുന്ന സെറ്റായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്ന റിലേഷൻ ആയിരിക്കട്ടെ അങ്ങനെയെങ്കിൽ എ പാത്ത് ഓഫ് ലെങ്ത് എൻ ലെങ്ത് ഉള്ള ഒരു പാത്ത് ആറിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ മുതൽ ഇടം വരെ എയിൽ നിന്നും ഡിയിലേക്ക് എൻ ലെങ്ത് ഉള്ള ഒരു പാത്ത് ആറെന്ന് പറഞ്ഞ റിലേഷനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് സീക്വൻസ്, ഒരു ഫൈനൈറ്റ് സീക്വൻസ് ആണ് ആ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെർട്ടിസസ് ആണ്. ഫൈനൈറ്റ് സീക്വൻസ് ആണ് പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈ. ആ ഫൈനൈറ്റ് സീക്വൻസ് എങ്ങനെ വരും? A1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് x1 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക്, x1 നിന്നും x2ലേക്ക് എക്സെട്ര xn-1 നിന്നും ബിയിലേക്ക്. അപ്പോൾ ഈ പാത്തിനെ സംബന്ധിച്ച് ഈ പാത്ത് നമ്മൾ എങ്ങനെ വായിക്കും? A1 x1 x2 എക്സെട്ര xn-1 b എന്ന് വായിക്കും. ദിസ് പാത്ത് സ്റ്റാർട്ട്സ് ഫ്രം A ആൻഡ് ends in B. സോ ഇവിടെ ഈ വെർട്ടിസസിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? A1 x1 x1 x2 എക്സെട്ര xn-1 ബിയുമായിട്ടും വരും. അതായത് ആ ഫൈനൈറ്റ് സീക്വൻസ് ആയിട്ട് നമ്മൾ എഴുതുന്നത് ആ എല്ലാ വെർട്ടിസസും തമ്മിൽ എന്തായിരിക്കണം? ഒരു ചെയിൻ പോണക്ക് ഒരു ചെയിൻ സീക്വൻസ് ആയിട്ട് എന്തായിരിക്കണം? റിലേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പാത്തിനെ അങ്ങനെയുള്ള ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെർട്ടിസസ് നമ്മൾ എന്ന് വിളിക്കുന്നത് പാത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൺസിഡർ ദിസ് ഡയഗ്രാഫ്. ഈ ഡയഗ്രാഫിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ ടോട്ടൽ 5 വെർട്ടിസസ് ആണ് ഉള്ളത്. 1 2 3 4 5 വെർട്ടിസസ്. ഇവിടെ നമുക്ക് ആരോ ഡയറക്ഷൻസ് നമുക്ക് ഈ ഓരോ വെർട്ടിസിനുള്ള മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ 1ൽ നിന്നും 3യിലേക്ക് എത്താനായിട്ട് പല വേസ് ഉണ്ട് അല്ലേ? പല പാത്തുകളുണ്ട്, പല വഴികളുണ്ട് അല്ലേ? 1ൽ നിന്നും 3യിലേക്ക് എത്താൻ. ദാറ്റ് ഈസ് ആരോ ഡയറക്ഷൻ നോക്കാം. 1 to 2 പോവാം, പിന്നെ 2 to 2 പോകാം, പിന്നെ 2 to 3 പോകാം. അല്ലെങ്കിൽ 1 to 2 പോകാം, 2 to 3 പോകാം. അല്ലെങ്കിൽ 1 to 2 പോകാം, 2 to 5 പോകാം, 5 to 4 പോകാം, 4 to 3 പോകാം. അല്ലെങ്കിൽ 1 to 2 പോകാം, 2 to 4 പോകാം, 4 to 3 പോകാം അല്ലേ? അപ്പോൾ ആരോ ഡയറക്ഷൻ വരുന്നതനുസരിച്ച് നമുക്ക് 1ൽ നിന്നും 3യിലേക്ക് എത്താൻ എന്ത് ചെയ്യാം? പല പാത്തുകളെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ ഓരോ പാത്തുകൾക്കും എന്തായിരിക്കും? ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള പാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 2 3 എന്ന് പറയുന്ന ഒരു പാത്താണ്. ഇറ്റ് ഈസ് എ പാത്ത് ഫ്രം ദ വെർട്ടെക്സ് 1 to വെർട്ടെക്സ് 3 വിത്ത് ലെങ്ത് 2. അവിടെ എത്ര എഡ്ജസ് എത്ര ആരോസിനെയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്? ആരോകളുടെ എണ്ണമാണ് എന്തായാലും എടുക്കുന്നത് ലെങ്ത് ഓഫ് ദ പാത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 1 2 3 എന്ന് പറയുന്ന ഈ ഒരു പാത്താണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അത് 1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും 3 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് എത്തിച്ചേരാനുള്ള പാത്താണ്. അതിനിടയ്ക്ക് എത്ര എഡ്ജസ് നമ്മൾ ചെയ്യുന്നുണ്ട്, എത്ര എഡ്ജസിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, എത്ര എഡ്ജസിലൂടെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്? 2 എഡ്ജസ് ഫ്രം 1 to 2 and 2 to 3. Therefore it is a path of length 2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. 1 2 5 4 3. It is a path of length 4 from 1 to 3. ഇവിടെ തുടങ്ങുന്ന വെർട്ടെക്സ് 1ഉം തീരുന്ന വെർട്ടെക്സ് 3യുമാണ്. Therefore 1ൽ നിന്നും 3യിലേക്കുള്ളൊരു പാത്താണത്. അവിടെ നമ്മൾ എത്ര എഡ്ജസിനെ കവർ ചെയ്യുന്നു? 1 2 3 4 4 എഡ്ജസിനെ കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ പാത്ത് ഓഫ് ലെങ്ത് 4 എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് 1 2 5 1.
അപ്പോൾ ആ 1, 2, 5, 1 എന്ന് പറയുന്ന പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതും 1-ലാണ്, എൻഡ് ചെയ്യുന്നതും 1-ലാണ്. Therefore it is a path from 1 to 1 having length. ഈ പാത്തിൻ്റെ ലെങ്ത് എത്രയാണ്? എത്ര എഡ്ജസ് ഉണ്ട്? 1, 2, 3 having length 3. Again 1, 2, 3 is a path of length 2 from 1 to 3. That is 1, 2, 3. 1-ൽ നിന്ന് 3-ലേക്കുള്ള ലെങ്ത് 2 ഉള്ളൊരു പാത്താണ് ഏത്? 1, 2, 3 എന്ന് പറയുന്നത്. ഇതേ 1-ൽ നിന്നും 3-ലേക്കുള്ള ലെങ്ത് 4 ഉള്ളൊരു പാത്താണ് ആദ്യം നമ്മൾ കണ്ടത് അല്ലേ? Again 2, 2. 2-ൽ നിന്ന് 3-ലേക്ക് നമുക്ക് ആരോ 2, 2 എന്ന് പറയുന്നത് പാത്ത് ഓഫ് ലെങ്ത് 1. അവിടെ എത്ര ഡിസ്റ്റേ ഉള്ളൂ? ഒരു എഡ്ജിനെ മാത്രം കവർ ചെയ്യുന്നുള്ളൂ. Therefore it is a path of length 1 from 2 to 2. അപ്പോൾ അങ്ങനെ ഒരു വെർട്ടെക്സിൽ നിന്നും അതേ വെർട്ടെക്സിലേക്ക് തന്നെ എന്തുണ്ടെങ്കിൽ ആരോ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഇറ്റ് ഇസ് എ പാത്ത് ഓഫ് ലെങ്ത് 1. ഇനി സാധാരണ എന്ന് പറയുന്നത് പാത്ത് എന്ന് പറയുന്ന ഡെഫിനേഷൻ എക്സാമ്പിൾ. Notes. A path beginning and ending with the same vertex is called a cycle. ഒരേ വെർട്ടെക്സിൽ തന്നെ ഒരു വെർട്ടെക്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും അതേ വെർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യുകയും ചെയ്യുന്ന പാത്തുകൾ എന്ന് വിളിക്കുന്നത് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ 2, 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്കിളാണ്. Again 1, 2, 5, 1 it is a cycle. Here 2, 2 is a cycle of length 1, whereas 1, 2, 5, 1 is a cycle of length 3. Again here 1, 2, 5, 1 is a cycle of length 3. Now path is a relation that can be used to create new relations. അപ്പോൾ പാത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ റിലേഷൻ അപ്പോൾ പാത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുന്നതിലാണ് ആ പാത്ത് എന്ന് പറയുന്ന റിലേഷനായിട്ട് നമുക്ക് എടുക്കാം. അത് പുതിയ റിലേഷനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. If n element of a natural number, then the relation r raised to n on A is defined as r എന്ന് പറയുന്ന റിലേഷനാണ്, n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ r raised to n എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് r², r³ r⁴ തുടങ്ങിയ അതിൻ്റെ ഹയർ r എന്ന് പറയുന്ന റിലേഷൻ്റെ ഹയർ പവേഴ്സ് ആയിട്ടുള്ള റിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്ന് പറയുന്നത് n എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആണെന്നിരിക്കട്ടെ, r എന്ന് പറയുന്ന റിലേഷൻ ആണെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ദ റിലേഷൻ r raised to n on A can be defined as x r raised to n by x എന്ന് പറയുന്ന എലമെന്റ് r raised to n എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? y-യുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. എന്നതിൻ്റെ അർത്ഥം എന്താ? വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദർ ഈസ് എ പാത്ത് ഓഫ് ലെങ്ത് n from x to y in R. അതായത് x r raised to n y എന്ന് പറഞ്ഞാൽ there exists a path of length n നീളമുള്ളൊരു പാത്ത് ഉണ്ട്. എവിടെ നിന്ന് ഇങ്ങോട്ട്? എക്സിൽ നിന്നും വൈയിലേക്ക്. That is there is a path of length n from x to y in R. R എന്ന് പറയുന്ന റിലേഷനിൽ എന്തുണ്ട്? എക്സിൽ നിന്നും വൈയിലേക്ക് n ലെങ്ത് ഉള്ള ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? x r raised to n y കൊണ്ട് അർത്ഥമാക്കുന്നത്. Again x r raised to infinity y. This means that there is some path from x to y in R. R raised to infinity ആണ് റിലേഷനാണ് കൊടുത്തിരുന്നതെങ്കിൽ there is some path, ഏതോ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പാത്തിൻ്റെ ലെങ്ത് നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നില്ല, എന്നാൽ പോലും അവിടെ ഒരു പാത്തിൻ്റെ എക്സിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്ലൈ ചെയ്യുന്നുണ്ട് ബൈ മീൻസ് ഓഫ് ദ റിലേഷൻ r raised to infinity. അപ്പോൾ എക്സ് r raised to infinity y എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് സം പാത്ത്, ഏതോ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രം x to y. ആൻഡ് ഹിയർ r infinity is called as the connectivity relation of r. അതായത് എക്സിനെയും വൈയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതോ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? r raised to infinity എന്ന് പറയുന്ന റിലേഷൻ ഉറപ്പ് തരുന്നുണ്ട്. സോ r raised to infinity is called the connectivity relation for R എന്ന് നമുക്ക് പറയാം. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഒരു ഡയഗ്രാഫിൻ്റെ പാത്ത്, ഒരു റിലേഷൻ്റെ ഡയഗ്രാഫിൻ്റെ പാത്ത് എന്താണെന്ന് പഠിച്ചത്. പാത്തിൻ്റെ ഡെഫിനേഷനും ഒരു എക്സാമ്പിളും കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുമാണ് നമ്മൾ ഡീൽ ചെയ്തത്. സോ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.